എക്സൈസ് വകുപ്പ് ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി വിദ്യാർത്ഥികളെയും യുവാക്കളെയും പൊതുജനങ്ങളെയും ബോധവാന്മാരാക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ വിമുക്തി മിഷൻ്റെ ഭാഗമായി നടത്തിവരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ ആശുപത്രിയിലും ഒപ്പം 14 ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻ്ററുകളും റീജിയണൽ കൗൺസിലിംഗ് സെൻ്ററുകളും അടക്കമുണ്ട്. വിമുക്തി മിഷൻ്റെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എക്സൈസ് വകുപ്പിനായി 23.31 കോടി രൂപ വകയിരുത്തുന്നു. ജുഡീഷ്യറിയുടെ വിവിധ കോടതികളുടെ പ്രവർത്തനങ്ങൾ, നിർമ്മാണം, ആധുനികവൽക്കരണം തുടങ്ങിയ പരിപാടികൾക്കായിട്ട് 24.65 കോടി രൂപ വകയിരുത്തുന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിവിധ ഓഫീസ് നിർമ്മാണങ്ങൾക്കായിട്ട് 76.41 കോടി രൂപ വകയിരുത്തുന്നു. നിയമസഭാ സെക്രട്ടേറിയറ്റ് വിവിധ പ്രവർത്തനങ്ങൾക്കൊപ്പം നിയമസഭാ മ്യൂസിയത്തിൽ EMS മണ്ഡപം സ്ഥാപിക്കുന്നതിനായിട്ട് 1.93 കോടി രൂപ വകയിരുത്തുന്നു. സാർ, നവകേരള സദസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ നടത്തിനായി 210 കോടി രൂപ വകയിരുത്തുന്നു. ഓരോ നിയോജകമണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഓരോ MLAയ്ക്കും ഓരോ MLAമാരും സജസ്റ്റ് ചെയ്യാവുന്നത്. സാർ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 5.74 കോടി രൂപ ഉൾപ്പെടെ കേരള സർവീസ് കമ്മീഷൻ 9.65 കോടി രൂപ വകയിരുത്തുന്നു. സർ, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന ബാഹ്യ സഹായ പദ്ധതിക്കായി 1000 കോടി രൂപ മാറ്റിവെക്കുന്നു. ലീഗൽ മെട്രോളജി വകുപ്പിന് 4.1 കോടി രൂപ വെക്കുന്നു. സർ, ട്രഷറി വകുപ്പിന് വിവിധ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടന്നു വരികയാണ്. പുതിയ 27 ട്രഷറി കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടത്തി 67 ട്രഷറികളുടെ നവീകരണം സാധ്യമാക്കി. ട്രഷറി സേവനങ്ങളുടെ വേഗതയും ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, വിവരസാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധിക സൗകര്യങ്ങൾ ഒരുക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കായി ട്രഷറി വകുപ്പിന് 23.75 കോടി രൂപ വകയിരുത്തുന്നു. സർ, KSFEയുടെ അംഗീകൃത മൂലധനം 100 കോടി രൂപയിൽ നിന്ന് 250 കോടി രൂപയായി സർക്കാർ ഉയർത്തുകയുണ്ടായി. KSFEയുടെ ആകെ വിറ്റുവരവ് 1 ലക്ഷം കോടി കവിഞ്ഞു. 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മിസലേനിയസ് നോൺ ബാങ്കിംഗ് കമ്പനിയായി KSFE മാറിയിരിക്കുന്നു. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് 143 പുതിയ ശാഖകളും 9 മേഖലാ ഓഫീസുകളും ആരംഭിക്കുകയും 5000-നടുത്ത് ഉദ്യോഗാർത്ഥികൾ PSC മുഖാന്തരം KSFEയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നൽകിയ ലോൺ തുക 2021 4,621 കോടിയിൽ നിന്നും 2025 8,012 കോടിയായിട്ട് വർദ്ധിക്കുകയുണ്ടായി. സർ, KFCയുടെ മൂലധനത്തിൽ 73.5 കോടി രൂപയുടെ കൂടി വർധനവ് വരുത്തി പെയ്ഡപ്പ് ക്യാപിറ്റൽ 1000 കോടിയായിട്ട് ഉയർത്താനായിട്ട് തീരുമാനിക്കുകയാണ്. സർ, 50 കോടി രൂപ വരെ സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും വരുന്ന 50 കോടി രൂപയുടെ വായ്പാ കാലാവധി 2 വർഷം കൂടി ദീർഘിപ്പിക്കുന്നു. സർ, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി KFC പ്രഖ്യാപിക്കുകയാണ്. മുതിർന്ന പൗരന്മാരുടെ കമ്മ്യൂണിറ്റി ലീവിംഗ് ക്ലസ്റ്ററുകളും റിട്ടയർമെൻറ്റ് ഹബ്ബുകളും നിർമ്മിക്കുന്നതിന് ആദ്യ 2 വർഷം 3% പലിശ സബ്സിഡിയോടുകൂടി 20 കോടി രൂപ വരെ നൽകുന്ന ഒരു പുതിയ പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുന്നു. ഇതിനായി 100 കോടി രൂപ മാറ്റിവെക്കുന്നു. സബ്സിഡി നൽകുന്നതിന് അടുത്ത വർഷം വേണ്ടി മാത്രം വരുന്നത് 3 കോടി വേണ്ടി വരും. ചെറുപ്പ് വ്യവസായ ക്ലസ്റ്ററുകളെ സഹായിക്കാനായിട്ട് ആദ്യ 2 വർഷം 2% പലിശ സബ്സിഡിയോടുകൂടി നൽകുന്ന ഒരു വായ്പാ പദ്ധതി 20 കോടി രൂപ വരെയുള്ള വായ്പാ പദ്ധതി KFC പ്രഖ്യാപിക്കുന്നു. 100 കോടി രൂപ അതിനായിട്ട് മാറ്റിവെക്കുന്നു. സാർ, സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വിവിധ മേഖലകളിൽ നടത്തുന്ന നമ്മുടെ സാമൂഹ്യനീതി, വനിതാ ശാക്തീകരണം, സാമ്പത്തിക സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കി നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളുണ്ട്. ഗ്രൂപ്പ് ബെനഫിറ്റ് സ്കീമിൽ 14 ലക്ഷത്തോളം അംഗങ്ങൾ ഉൾപ്പെടുന്നു. ഇതുവരെ 5000-ഓളം അംഗങ്ങൾക്കായി 14 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ മെച്ചപ്പെട്ട തരത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകണം. സാർ, ദേശീയ സമ്പാദ്യ പദ്ധതി കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെറുകിട നിക്ഷേപ സമാഹരണമായി മൊത്ത നിക്ഷേപമായി 12,081.34 കോടി രൂപയും മിച്ച നിക്ഷേപമായി 3,893 കോടി രൂപയും സ്വരൂപിക്കാനായിട്ട് കഴിഞ്ഞു.